ഞാൻ പറയാൻ പോകുന്നത് മീര വിശ്വസിക്കുമെന്നറിയില്ല. പക്ഷെ സത്യം അതാ. എന്ത് സത്യം? ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം. മീര ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യം. മനസ്സിലായില്ല. എന്റെ നന്ദേട്ടൻ ഇപ്പൊ ഈ കിടക്കുന്ന അവസ്ഥയ്ക്കും അനൂപ് ജയിലിൽ പോയതിനും എല്ലാം കാരണം ആ അർച്ചനയുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ ജാതകദോഷ. എന്നാര് പറഞ്ഞു? ആ ആരെങ്കിലും പറയണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നന്ദേട്ടൻ ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്യുന്ന ആളാണോ? ആ മനുഷ്യന് എന്തുകൊണ്ടിങ്ങനെ പറ്റി? അനൂപിന്റെ കാര്യം ഇത് തന്നെയല്ലേ? എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാ അനൂപ്. ആ അനൂപിന് അപകടം പറ്റിയത് എപ്പോഴാ? അത് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നാ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഗർഭിണിയായിട്ട് അർച്ചന ആദ്യം നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴല്ലേ അനൂപിന് അപകടം പറ്റിയത്? അതെ, അവര് രണ്ടുപേരും കൂടെ വന്നു കയറിയപ്പോഴാ അനുപേട്ടന്റെ വണ്ടി ഇടിച്ച വിവരം. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ കഥ കേട്ടിട്ടില്ലേ നീ? അത് ആ കുഞ്ഞ് വയറ്റി കുരുത്തപ്പ തന്നെ അച്ഛനെയും അമ്മയും പിടിച്ച് ജയിലിലിട്ടു. എന്താ കാരണം? ആ കുഞ്ഞ് കാരണം അമ്മാവനായ കംസൻ മരിക്കുമെന്നല്ലായിരുന്നോ ജ്യോത്സ്യന്മാര് പറഞ്ഞത്? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്നതേ അനൂപ് ജയിലിൽ പോകുന്നത് മാത്രമായിരിക്കില്ല. ചിലപ്പോ നിന്റെ കഴുത്തി കിടക്കുന്ന താലി വരെ അറ്റുപോയെന്നിരിക്കും. സംശയമുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ കണ്ടു നോക്ക്. അവര് പറയും വിശദമായ കാര്യങ്ങൾ. അവന്തിക ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ടിരുന്നോ? അത് ആശുപത്രിയിൽ നന്ദേട്ടന്റെ അടുത്തായതുകൊണ്ട് എനിക്ക് നേരിട്ട് പോയി കാണാൻ സാധിച്ചില്ല. പക്ഷെ ഫോണിലൂടെ ഞാനൊരു നല്ല ജ്യോത്സ്യനെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി മീരെ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യം എനിക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ അനൂപിനും കൂടെ ഈ അവസ്ഥ വന്നപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയി മീരെ. അതുകൊണ്ടാ ഞാൻ ഉടനെ തന്നെ ജ്യോത്സ്യനോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത്. ജ്യോത്സ്യൻ ശരിക്കും എന്താ പറഞ്ഞത്? പറയാം. ഇനി നെല്ലിശ്ശേരിയിലും വൃന്ദാവനത്തിലും ദുരന്തങ്ങളുടെ പെരുമഴയായിരിക്കും വരാൻ പോകുന്നതെന്ന്. ഇതിന് പരിഹാരമൊന്നുമില്ലേ? ഈ ജാതകദോഷത്തിന് ഒരു പരിഹാരവും ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞ്. നന്ദേട്ടന്റെ അവസ്ഥ ഇങ്ങനായി, അനൂപ് ജയിലിലുമായി. ഇനി രണ്ടിടത്തും എന്തൊക്കെ നടക്കുന്ന ആരറിഞ്ഞു? ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കണമെന്നില്ല. നിനക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ജ്യോത്സ്യനെ പോയി കണ്ടു നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവും അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജാതകദോഷം എത്ര വലുതാണെന്ന്. അനൂപിന്റെ ജീവന് തന്നെ ഭീഷണിയാ ആ കുഞ്ഞിന്റെ ജനനം. താലിയേറ്റു പോയാ പിന്നെ
നിന്നെ എന്നെയൊക്കെ ഒരു പേര് മാത്രമേ ആൾക്കാർ വിളിക്കൂ. ഭർത്താവ് മരിച്ച ഭാര്യമാരെ വിളിക്കുന്ന പേര് വിധവ. വിവാഹിതയായ ഒരു പെണ്ണിനെ ഏറ്റവും വലുത് അവളുടെ ഭർത്താവിന്റെ ജീവനാ. അതിനൊരു പോറലേറ്റാ നമുക്കത് താങ്ങാൻ പറ്റുമോ? ആ, എന്ത് ചെയ്യാം? ജാതകത്തിൽ കാരാഗ്രഹവാസം ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. ഏതായാലും നീ ഒരു ജോത്സ്യനെ കാണാൻ നോക്ക്. ഞാൻ അറിഞ്ഞ കാര്യം നിന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. തൽക്കാലം നീ ഇതവിടെ മറ്റാരോടും പറയാൻ നിൽക്കണ്ട. കാരണം അവരൊക്കെ അർച്ചനയുടെ സ്വന്തം അച്ഛനും അമ്മയാ. നീ വന്നു കയറിയ മരുമകളാ. നിന്നേക്കാ വലുത് അവർക്ക് അർച്ചനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തന്നെയായിരിക്കും. എനിക്ക് മനസ്സിലായി. ഞാൻ ആരോടും പറയില്ല. ആരും അറിയാതെ ഏതെങ്കിലും ഒരു ജോത്സ്യനെ പോയി കണ്ടിട്ട് ഇതിനെന്താ പരിഹാരം എന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കണമെന്നില്ല. എന്തായാലും എന്തേലും ഒരു പരിഹാരം ഞാൻ പോയി കണ്ട ജോത്സ്യം പറഞ്ഞ അത് ഞാൻ നിന്നെ അറിയിക്കാം. ശരി, എന്നാ വെക്കട്ടെ. മതി, ഇത്രയും മതി. അവക്ക് രണ്ടാമത്തെ അടി കിട്ടാനുള്ള കള ഒരുങ്ങിക്കഴിഞ്ഞു. മീരയുടെ മനസ്സിൽ സംശയം ഇനി വളർന്നുകൊണ്ടേയിരിക്കും. ഉറപ്പായിട്ടും ഏതെങ്കിലും ജോത്സ്യനെ പോയി കാണും. ഇനി അടിക്കാനുള്ള വടിയായിട്ട് ഞാൻ മുന്നിൽ നിർത്താൻ പോകുന്നത് മീരയാ. സ്വന്തം താലിയേറ്റു പോകാതിരിക്കാൻ വേണ്ടി മീര എന്തും ചെയ്യും. വേദനയുണ്ടോ മാഷെ? അച്ഛാ, അച്ഛാ, അയ്യോ, എന്താ ചെയ്തൊക്കെ? അച്ഛൻ എന്താ പറ്റിയേ? ഈശ്വരാ, അച്ഛൻ എന്താ പറ്റിയത്? എവിടെങ്കിലും വീണോ? എന്റെ മോനെ കിട്ടിയിരുന്നെങ്കിൽ അവര് കൊന്നേനെ വെച്ചു. ഞാനിനി എന്ത് ചെയ്യും മക്കളെ? പറഞ്ഞു കേട്ടിടത്തോളം അവരാരും ചെറിയ ആളുകളല്ല. പോലീസിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഒരുപാട് പിടിപാടുള്ള ആളുകളാ. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവൂ. എന്ത് ചെയ്തിട്ടായാലും എന്റെ അനൂപ് മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവനെന്തെങ്കിലും പറ്റിയ ഞങ്ങളാരും ജീവിച്ചിരിക്കില്ല. അച്ഛൻ വിഷമിക്കാതിരിക്കുക. എത്ര വലിയ ഗുണ്ടയായാലും കാര്യം പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കോ? ഏട്ടൻ മനഃപൂർവ്വം ഇടിച്ചതല്ലല്ലോ, അബദ്ധം പറ്റിയതല്ലേ? അവന്തിക പറഞ്ഞത് ശരിയാണെന്നാ തോന്നുന്നത്. ഇവളുടെ വയറ്റില് ഈ കുഞ്ഞ് ജനിച്ച അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാ ഇപ്പൊ
എന്റെ അനൂപേട്ടനും ജയിലിലായി. എടുത്തി വിഷമിക്കണ്ട. അനൂപേട്ടനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുവരും. എന്റെ അനൂപേട്ടന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരൊക്കെ വലിയ ക്രിമിനൽ ഗുണ്ടകളാ. ചോര കണ്ട് അറപ്പ് മാറിയവരാ. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ അനുവേട്ടനെ രക്ഷിക്കും? അതൊന്നും എനിക്കറിയില്ല. അവരൊക്കെ ആരാന്നും എനിക്കറിയില്ല. ഗുണ്ടകളോ കൊള്ളക്കാരോ ആരെങ്കിലും ആവട്ടെ. പക്ഷേ എൻ്റെ അനൂപേട്ടനെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കില്ല. എന്ത് ചെയ്തിട്ടായാലും അനൂപേട്ടനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. ഡോക്ടർ, എന്റെ നന്ദേട്ടൻ എങ്ങനെയുണ്ട്? എങ്ങനെയെങ്കിലും എന്റെ നന്ദേട്ടനെ രക്ഷിക്കണം. തൽക്കാലം അയാൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓവർകം ചെയ്തിട്ടുണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുത്താണ് കിഡ്നിക്ക് ഏറ്റത്. 2 കിഡ്നികൾക്കും അതിൻ്റെതായ ആഫ്റ്റർ പ്രോബ്ലംസ് ഉണ്ടാവും. മാത്രമല്ല ഒരു കുത്ത് അയാളുടെ നെർവസ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ബാധിച്ചിട്ടുണ്ട്. കുറച്ചുനാൾ ചിലപ്പോൾ അയാൾക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് വരില്ല. അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ആവാതിരിക്കാൻ ചിലപ്പോൾ പ്ലാസ്മ ചേഞ്ച് ചെയ്യേണ്ടി വരും. വളരെ റെയറായ ബ്ലഡ് ഗ്രൂപ്പാണ് നന്ദൻ്റേത്. സർജറി സമയത്ത് നമ്മളെ രക്ഷപ്പെട്ടത് വൈഫിന് അതേ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യം വന്ന ഒരു പ്ലാസ്മ ഡോണറെ കണ്ടെത്തണം. ഞങ്ങളുടെ ഇവിടുത്തെ ലിസ്റ്റിൽ ഈ ഗ്രൂപ്പിലുള്ള ഡോണേഴ്സ് ആരുമില്ല. നിങ്ങൾ തന്നെ അത് കണ്ടെത്തേണ്ടി വരും. ഡോക്ടർ, എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും എന്റെ മോനെ രക്ഷിക്കണം. ഇപ്പൊ നിങ്ങളുടെ മകനെ രക്ഷിച്ചത് ഈ മരുമകളാണ്. മറ്റൊരു ഡോണറെ കിട്ടിയില്ലെങ്കിൽ അവന്തിക്ക് മാത്രമേ നന്ദനെ രക്ഷിക്കാൻ കഴിയൂ. കാരണം ഈ റെയർ ഗ്രൂപ്പിലുള്ള ഡോണറെ കിട്ടാൻ പ്രയാസമാണ്. എന്തായാലും ബാക്കി ടെസ്റ്റ് റിസൾട്ട് കൂടി വരട്ടെ, എന്നിട്ട് ഡീറ്റെയിൽസ് ഞാൻ പറയാം. ശരി. ഡോക്ടർ കലക്കി. ഇത് വെച്ച് ഞാൻ ഈ കിളവനെ ട്രാപ്പിലാക്കും. തൽക്കാലം മകനെ രക്ഷിക്കാൻ എന്നോട് യാചിക്കുകയല്ലാതെ ഇയാൾക്ക് വേറൊരു മാർഗവുമില്ല. എനിക്ക് വിലപേശാൻ ഇത് മാത്രം മതി. മോളെ, നിനക്ക് മാത്രമേ നന്ദനെ രക്ഷിക്കാൻ കഴിയൂ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോനിപ്പോ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. മോൾ അവനെ കൈവിടരുത്. അച്ഛനിത് പറയാൻ നീ മാത്രമേ ഉള്ളൂ. പകരം എന്തു വേണമെങ്കിലും അച്ഛൻ തരാം. എന്റെ മോനെ രക്ഷിക്കണം. അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് സങ്കടം. അച്ഛൻ വിഷമിക്കേണ്ട. നന്ദേട്ടൻ ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ ജീവൻ കൊടുത്തും ഞാൻ നന്ദേട്ടനെ രക്ഷിക്കും. അച്ഛൻ എനിക്ക് അതിന് പകരമായിട്ട് ഒന്നും തരണ്ട. നന്ദേട്ടൻ എന്റെ ദൈവമാ. എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാച്ചാ. മോളെ, നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ നീ കാണിക്കുന്ന ഈ സ്നേഹം ഞാൻ മറക്കില്ല. അച്ഛൻ എനിക്ക് പ്രത്യേകമായി ഒരു സൗജന്യവും തരണ്ട. അച്ഛൻ്റെ മൂത്ത മരുമോളോടുള്ള സ്നേഹം മാത്രം മതി. അച്ഛൻ്റെ മോനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. പക്ഷേ ഈ ഒരു അവസരത്തിൽ പറയാമോന്ന് എനിക്കറിയില്ല. എനിക്ക് അച്ഛനോട് ചിലത് പറയാനുണ്ട്. എന്താ മോളെ? എന്തായാലും മോൾ അച്ഛനോട് പറയൂ. അച്ഛൻ അതിന് പരിഹാരം ഉണ്ടാക്കും. എന്താ ഇത്? നന്ദേട്ടന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഈ ചരടിൽ കോർത്ത താലി നഴ്സ് എന്റെ കയ്യിലേക്ക് തന്നു.
എന്താ അച്ഛാ അതിനർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നന്ദേട്ടൻ എന്നോട് കാണിച്ച വെറുപ്പും വിദ്വേഷവും എല്ലാം ഇതിന്റെ പേരിലായിരുന്നു. എന്നോട് വിചാരിച്ചത്. പിന്നെ നിങ്ങൾക്കിടയിലെ വഴക്കും ബഹളവും അതൊക്കെ സാധാരണ ഏത് കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്നതാ. അങ്ങനെ അച്ഛൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇത് അച്ഛൻ അറിഞ്ഞില്ല മോളെ. അത് മാത്രമല്ല അച്ഛ, നന്ദേട്ടൻ എന്നോട് കാണിച്ച ക്രൂരത. ഞാനൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചപ്പോ നന്ദേട്ടൻ അതിനും എതിര് നിന്നു. എല്ലാ ഭാര്യമാരെയും പോലെ ഒരമ്മയാവാനുള്ള ആഗ്രഹം എനിക്കുമില്ലേ? നന്ദേട്ടൻ അതിനും വിലങ്ങുതടിയായിട്ട് നിന്നു. ഇപ്പൊ നന്ദേട്ടൻ കിടക്കുന്ന ഈ അവസ്ഥയിൽ എനിക്കിനി അങ്ങനെ പോലൊരു പ്രതീക്ഷ ഉണ്ടാവുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? മോളെ, അച്ഛൻ വിഷമിക്കണ്ട. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അച്ഛനും ആ കുടുംബം എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യും. പ്ലാസ്മ മാത്രമല്ല, എന്റെ ജീവൻ വരെ എന്റെ നന്ദേട്ടന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാ. ജീവിതത്തിൽ ഞാൻ ഇനി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോവില്ല. അദ്ദേഹത്തിന്റെ ജീവൻ ഞാൻ രക്ഷിക്കും. എന്റെ പൊന്നു മോളെ, എനിക്കുള്ളത് മുഴുവൻ നിനക്ക് തന്നാലും നിന്റെ ഈ നന്മയ്ക്ക് അതൊന്നും പകരമാവില്ല. എനിക്ക് മറ്റാരെക്കാളും വലുത് ഇപ്പൊ മോള് തന്നെയാ. എനിക്കിനി നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു മക്കളും മരുമക്കളും എല്ലാം. നന്ദന്റെ ജീവിതത്തിലേക്ക് ഇനി നീയല്ലാതെ മറ്റൊരു പെണ്ണും വരില്ല. ഇത് അച്ഛൻ നിനക്ക് തരുന്ന വാക്കാ. കിളവൻ വീണു. എന്റെ അഭിനയം കണ്ട് ഫ്ലാറ്റായി. എല്ലാം സത്യമാണെന്നങ്ങ് വിശ്വസിച്ചു. ഇത് മതി. ഇയാളെ കോമാളിയാക്കി മുന്നിൽ നിർത്തി ഞാൻ എല്ലാം നേടും. നെല്ലിശ്ശേരി വീട് ഇനി അവന്തികയുടെ വീടായിട്ട് മാറും. അർച്ചനെ ഞാൻ എൻ്റെ കാൽച്ചുവട്ടി വരുത്തും. അവളെ കൊണ്ട് എൻ്റെ പാദസേവ ചെയ്യിക്കും. ചെങ്കൽ മധു. അവനെതിരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? പാവാച്ചൻ ആകെ തകർന്നു പോയിരിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ പോലും അച്ഛനോട് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ വീട്ടിൽ കയറി ആക്രമിച്ച് അച്ഛനെ തല്ലി, എല്ലാവരും ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നത് ശരിയാണോ സച്ചേട്ടാ?
ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. എത്ര വലിയ ഗുണ്ടയായാലും നിയമത്തിന് മുകളിലൊന്നും അല്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ അവനെതിരെ കേസ് കൊടുക്കുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ ഉപകരിക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം കൊല്ലപ്പെട്ടത് അവൻ്റെ സഹോദരിയെ, അതും ഗർഭിണിയായ ഒരു പെൺകുട്ടി. അനൂപേട്ടനെ പോലീസ് കൊണ്ടുപോയതുകൊണ്ട് അവര് വീട് ആക്രമിച്ചു, അച്ഛനെ ഉപദ്രവിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഒരു കേസ് കൊടുക്കുന്നത്? ഇതുകൊണ്ടെല്ലാം അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യത്വമില്ലാത്ത ക്രിമിനൽസ് അവര്. ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂന്നാ എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് നിയമത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയെങ്കിലും അവനുമായ ഒരു സെറ്റിൽമെന്റിൽ എത്താൻ പറ്റുമെങ്കിൽ അതാ ഏറ്റവും നല്ലത്. എങ്ങനെ? ആ ഗുണ്ടകളോട് ആരാ സംസാരിക്കുക? നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം.